ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അടങ്ങി ഒതുങ്ങി നിന്നോണം. കുരുത്തക്കേട് കാണിച്ചോട്ടല്ലോ. കാണിച്ച് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കടാ. പപ്പി ഓടിക്കോ. ഓടരുത്. ഓടിയ വിവരം അറിയും. താൻ ഇവിടെ നിന്ന് കണ്ടാ കടിക്കാറൊന്നും ഇറങ്ങി പാടോ. നീ ഇപ്പൊ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ്. കുട്ടികൾ ഞങ്ങളടുത്ത് സുരക്ഷിതമായിരിക്കും. ആ അപ്പോ നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കാണാം. ഇതുവരെ പറഞ്ഞതല്ല നിങ്ങളാ, ഞങ്ങളത് അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നാളെ രജിസ്റ്ററിൽ ഒപ്പിടുന്നതിന് മുമ്പ് എന്റെ സത്യം പപ്പ ഞങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നീയൊന്നും ഈ ഭൂമിയിലില്ല. പാട്ടി എന്റെ കുട്ടികൾക്ക് ഒരു ആപത്തും വരുത്തല്ലേ ദേവി. ഒരു ദിവസത്തെ പൂജയല്ല, ഒരു മാസത്തെ പൂജ ഞാൻ നടത്തിയേക്കാം. കുട്ടികളാണ് അവരുടെ തുറുപ്പ് ചീട്ട്. കുട്ടികളെ കാണിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ നമ്മൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും അവർക്കറിയാം. എന്ത് വേണേലും കൊടുക്കാം, പക്ഷെ എന്റെ മക്കളെ എനിക്ക് വേണം. കുഞ്ഞിച്ചി, മക്കളെ അവർ ഉപദ്രവിക്കോ? ക്ഷമേ, സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കാനുള്ള അവരുടെ ഏക മാർഗം പപ്പിയും സത്യ. അതുകൊണ്ട് മക്കളെ അവർ ഉപദ്രവിക്കാൻ സാധ്യതയില്ല. അവരെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ ആവോ? എനിക്കൊന്നും അറിയില്ല. പോയവരെ ആണെങ്കിൽ ഒട്ട് കാണുന്നുമില്ല. കുട്ടികളെ എവിടെ വിഷ്ണുട്ടാ? മക്കളെ വിട്ടു തന്നില്ലേ അവര്? കുട്ടികളെ അവർ വേറെ എവിടേക്ക് മാറ്റിയിരിക്കുക. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രോഹിത് അവർ പറയുന്ന ഡോക്യുമെന്റിൽ ഒപ്പിട്ടാലേ അവർ കുട്ടികളെ തിരിച്ചു തരൂ. അപ്പോ സുസ്മിത ബുദ്ധിപൂർവ്വം കളിക്കുകയാണല്ലേ? അവൾക്കൊരു തിരിച്ചടി കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ വിഷ്ണുട്ടാ. അവരുടെ കയ്യിൽ നമ്മളെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടിരിക്കുകയല്ലേ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ? ആനു പറ. ബെൻസൺ എന്നൊരാൾ സുസ്മിതയെ വിളിച്ചിട്ടുണ്ട് മാഡം. ആ നമ്പർ ട്രേസ് ചെയ്തപ്പോ അത് മണിമല എസ്റ്റേറ്റിന്റേതാണെന്ന് മനസ്സിലായി. മണിമല എസ്റ്റേറ്റ്. അപ്പൊ മക്കള് മണിമല എസ്റ്റേറ്റിലായിരിക്കുമല്ലേ ഉണ്ടാവുക? ഈ മണിമല എസ്റ്റേറ്റ് എനിക്കറിയാം. സുസ്മിതയുടെ, ചന്ദ്രബോസിന്റെ, ഉപേന്ദ്രന്റെ ഒക്കെ ബിസിനസ് ഡീൽസ് നടക്കുന്ന സ്ഥലമാ. അപ്പൊ പിന്നെ ഒരു സംശയം വേണ്ട, നമ്മുടെ മക്കൾ അവിടെ തന്നെ കാണും. കുറച്ചധികം ദൂരമുണ്ട്. ഞാൻ കൃത്യമായിട്ട് സ്ഥലം പറഞ്ഞുതരാം. ഉടനെ അവിടെ പോകണം. കുട്ടികളെ രക്ഷിക്കുകയും വേണം. ഞാനപ്പോ അവര് പറഞ്ഞ പോലെ രജിസ്റ്റർ ഓഫീസിൽ ചെല്ലാം. അത് ഞാൻ പോയിക്കോളാം. മണിമലയല്ല, 7 മലകൾക്ക് മുകളിലാണെങ്കിലും ഞാൻ ഓടിയെത്തിക്കോളാം. വിഷ്ണുട്ടൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവൾ ഇനി എവിടെ കൊണ്ടുപോയി നമ്മളെ കൊച്ചുങ്ങൾ ഒളിപ്പിച്ചാലും അവിടെയൊക്കെ പറന്നെത്താൻ എന്റെ ഈ ഓട്ടോ ശ്രീയും ചങ്ക് കീറി ചാവുന്നവരെ കൂടെ നിൽക്കാൻ എന്റെ ഓട്ടോ സുഹൃത്തുക്കളുള്ളപ്പോ ഞാൻ എന്തിനാണോ പേടിക്കുന്നേ? കേരളം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഈ 3 ചക്രവാഹനത്തിന്റെ ശക്തി എന്താന്ന് തനിക്കറിയോ? എവിടെയും കൊണ്ടുചെന്നാടല്ല ലൈസൻസ്, എവിടെയും കയറി ചെല്ലാനുള്ള അവകാശം, പിന്നെ കാക്കി എന്ന വസ്ത്രത്തിന്റെ ഒത്തൊരുമയും. അത് മാത്രം മതിയടോ ജയിച്ചെനിക്ക് തിരിച്ചു വരാനായിട്ട്. കമല, പപ്പി, ആരെയും കാണുന്നില്ലല്ലോ. നമുക്ക് വാതിൽ തുറക്കാൻ പറ്റുമോ നോക്കാം. എന്നാ വാ.
പുറത്തേക്ക് പോകാൻ നോക്കായിരുന്നല്ലേ? നടക്കില്ല. ദാ കഴിച്ചോ, വയറ് നിറച്ച് കഴിച്ചോ. ഞങ്ങൾക്ക് വേണ്ട. കഴിക്കാനാ പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ? തർക്കുത്തരം പറയുന്നു. എന്നാ ഇന്ന് കഴിപ്പിച്ചിട്ട് തന്നെ. ദാ കഴിക്കേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആഹാ, നിനക്കോ? കണ്ടില്ലേ, ഇത് അവള് കഴിക്കാൻ പോകുന്നേ. അങ്ങനെയാ വിശപ്പുള്ള പിള്ളേര്. മര്യാദക്ക് കഴിക്കുന്നു അതോ നിന്നെ അല്ല നിന്റെ അപ്പുറത്തുള്ളവരെ ഞാൻ കഴിപ്പിക്കും. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? സത്യം ഓടിക്കോ. വാ പപ്പി, വേഗം വാ. എന്താ ആഹാ, പിള്ളേർ കൊണ്ടുവന്ന് താനെടുത്ത് കഴിക്കുന്നു. പിടിയണം അവരെ പോയി. പപ്പി ഓടിക്കോ. നിക്ക് പിള്ളേരെ, നിക്ക്. പപ്പി കല്ലെടുത്തെറിഞ്ഞോ. കല്ലും കൊണ്ട് എറിയും. ദാ ഗ്ലാസ് വെച്ചോ. എറിയും. ഇവളുമാരെ നേരിടാൻ ഇതേ മാർഗമുള്ളൂ. എറിയും. പപ്പി എറിഞ്ഞോ. എറിയും. എടാ ഒന്നും നോക്കാനല്ല, പൊക്കിക്കോ. അടങ്ങിയിരിക്കടി. മിണ്ടാതിരിക്കാൻ. പറഞ്ഞത് മിണ്ടാതിരിക്കടി. ഞങ്ങള് വീട് വീട്. അടങ്ങി ഒതുങ്ങി നിന്നോണം. കുരുത്തക്കേട് കാണിച്ചോണ്ടല്ലോ. കാണിച്ച് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കടാ. പപ്പി ഓടിക്കോ. നിൽക്കാൻ ഓടരുത്. ഓടിയ വിവരം അറിയും. താൻ ഇവിടെ നിന്ന് കണ്ടാ കടിക്കാതെ ഒന്ന് ഇറങ്ങി പാടോ. ഇപ്രാവശ്യത്തെ കളക്ഷൻ തീരെ കുറഞ്ഞു പോയല്ലോ പൊന്നി. കുറെ അധികം പൈസ വരാനുണ്ട്. അല്ല, ആ സോമപിള്ള ഇത്തവണയും പൈസ തന്നില്ലേ? കാശിന് ചെല്ലുമ്പോ അയാൾക്ക് 100 പരാതിയാ. വെളിച്ചെണ്ണയ്ക്ക് കനപ്പുണ്ട്, ഉപ്പേരിക്ക് വേവ് പോരാ. അയാൾക്ക് മാത്രമേ പരാതിയുള്ളൂ. കാശ് തരാതിരിക്കാനുള്ള അടവാ അയാളുടെ. ഇനി നമ്മൾ അയാൾക്ക് ഒന്നും കൊടുക്കുന്നില്ല. ഉള്ള കച്ചവടം കളയണ്ടെന്ന് വെച്ച് കൊടുക്കുന്നതാ. കാശ് തരാൻ മടിയുണ്ടെങ്കിൽ പിന്നെ കൊടുക്കണ്ടെന്നേ. സത്യാമേ, അല്ല സത്യാമേ, അന്ന് പണം കൊടുത്തോണ്ട് പോയവനെ തന്നെയാണോ ആ നൂർജഹാന്റെ വീട്ടിൽ വെച്ച് കണ്ടത്? പിന്നെ അല്ലാതെ അവനെ ഏത് പാതിരാത്രി കണ്ടാലും എനിക്ക് മനസ്സിലാവും. അത് അവൻ തന്നെയാ. എന്റെ പണം എടുത്തോണ്ട് പോയവൻ തന്നെയാ. എങ്കിലേ ആ പണം തിരിച്ചിട്ടാൻ ഒരു വഴിയുണ്ട്.